നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മൾ മാങ്ങ പൊട്ടിക്കാനുള്ള പരിപാടിയാണ്. നമ്മുടെ മാങ്ങയുടെ പേരാണ് സിന്ദൂരം മാങ്ങ. നമ്മുടെ നാട്ടിൽ ചിലരൊക്കെ ഇതിനെ സുന്ദരി മാങ്ങ എന്ന് പറയുന്നുണ്ട് കേട്ടോ. നമ്മുടെ മാങ്ങനെ പൊതുവെ എല്ലാവരും പറയുന്ന പേരാണ് സിന്ദൂരം മാങ്ങ കേട്ടോ. നമ്മൾ ഈ ഒരു തോട്ടിയും അതുപോലെ തന്നെ ഒരു കുപ്പിയും വെച്ചിട്ടാണ് ഈ മാങ്ങ പൊട്ടിക്കുന്നത്. ഇത് സ്പ്രൈറ്റിന്റെ കുപ്പിയാണ്. ഇതിൽ വേറെ പ്രത്യേകിച്ച് ഒന്നും ചെയ്തിട്ടില്ല. ചെറിയൊരു ഹോൾ ഇട്ടുണ്ട്. അപ്പൊ നിങ്ങളിൽ പലർക്കും എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെ. ചെറിയൊരു ഹോൾ ഇട്ടുണ്ട്, വേറെ ഒന്നും ചെയ്തിട്ടില്ല. ഈ പൈപ്പ് എന്ന് പറയുന്നത് നമ്മുടെ പഴയ ഒരു കർട്ടന്റെ പൈപ്പാണ്. അപ്പൊ അലുമിനിയത്തിന്റെ പൈപ്പാണ്, വെയിറ്റും ഭയങ്കര കുറവാണ്. അപ്പൊ അലുമിനിയത്തിന്റെ അതുപോലെ തന്നെ ഇങ്ങനെയുള്ള പൈപ്പുകൾ ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ ഇത് കൊണ്ടുപോയിട്ട് തൊട്ടടുത്തുള്ള ഇലക്ട്രിക് പോസ്റ്റിലും പോയി തൊട്ടടുത്ത് വേറെ പ്രശ്നങ്ങളും ഉണ്ടാക്കരുത്, ഷോക്ക് അടിക്കരുത്. അപ്പൊ അതൊക്കെ ഒന്ന് പ്രത്യേകം എല്ലാവരും ശ്രദ്ധിക്കുക. അപ്പൊ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഇതാണ് നമ്മുടെ സിന്ദൂരം മാങ്ങ. മാങ്ങയുടെ ഒരു പ്രത്യേകത പറയാം. നമ്മുടെ വീട്ടിൽ ഈ മാങ്ങ ഉണ്ടെങ്കിലും നമുക്ക് സ്ഥിരമായിട്ട് പുഴുള്ള മാങ്ങകളാണ് കൂടുതലും കിട്ടാറ്. നമ്മളൊരു 10 മാങ്ങ പഴുത്ത മാങ്ങ പുളി കഴിഞ്ഞാൽ അതിൽ 2 മാങ്ങയെങ്കിലും നമുക്ക് രണ്ട് മാങ്ങ നമുക്ക് കിട്ടുള്ള പുഴുയില്ലാണ്ട്. ബാക്കി 8 മാങ്ങയിലും പുഴു ഉണ്ടാവാറുണ്ട്. ഈ മാങ്ങ പൊട്ടിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, അവരോട് ചോദിച്ചു എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കണമെന്നേ. അപ്പോൾ അവർ പറഞ്ഞത് വീണ്ടും അതായത് പൂത്ത മാവിന്റെ ഇതിലേക്ക് കൊമ്പിലേക്ക് അവർ വീണ്ടും മരുന്നടിക്കുക, അത് പുഴു വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. അപ്പോൾ മാങ്ങ ഉണ്ടായതിനു ശേഷമാണ് അടിക്കണം എന്നുള്ളത് ഞാൻ ക്ലിയർ ആയിട്ട് ചോദിച്ചില്ല കേട്ടോ. അവരെന്നോട് പറഞ്ഞത് അങ്ങനെ പൂത്തതിന് ശേഷം മരുന്നടിക്കുക, അപ്പോൾ അതിൽ പുഴു വരില്ല എന്നാണ് പറഞ്ഞത്. നമ്മൾ പക്ഷെ അതൊന്നും ചെയ്യാൻ പോയില്ല. നമ്മളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുഴു മരുന്നടിക്കാത്ത മാങ്ങ തിന്നാന്നുള്ള നമ്മുടെ ലക്ഷ്യം. പക്ഷെ നമുക്ക് മാങ്ങകളുടെ എണ്ണം കുറയുന്നുള്ളൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ. എന്തായാലും അടുത്ത തവണ നമുക്കൊന്ന് പരീക്ഷിച്ച് നോക്കണം, മരുന്നൊക്കെ അടിച്ച് നോക്കണം കേട്ടോ. കാരണം ഇത്രയും നല്ല മാങ്ങ നമ്മൾ കഴിക്കാണ്ട് കളയാന്ന് പറഞ്ഞാൽ അതൊരു വിഷമമുള്ള കാര്യമാണ്. പിന്നെ മാങ്ങയുടെ വലിപ്പം അത്യാവശ്യം നല്ല വലിപ്പമുണ്ട്. നമ്മുടെ പ്രിയൂര് മാങ്ങയുടെയും ചെറിയൊരു വലിപ്പമൊക്കെ ഉണ്ട് ഇതിന്. ഞാനത് ഈ മാങ്ങ കൂടുതലും കടയിൽ കാണുമ്പോൾ അധികം വലിപ്പമൊന്നും കാണാനില്ല. അവർ മൂക്കണേക്കാൾ മുമ്പ് പൊട്ടിച്ചു കൊണ്ടുവരാന്ന് എനിക്ക് തോന്നണത്. അപ്പോൾ അങ്ങനെയാണ് പലരും ചെയ്ത് കണ്ടത്. അപ്പൊ മാങ്ങ കഴിക്കാനായിട്ട് ഭയങ്കര ടേസ്റ്റാണ്, നാര് കുറവാണ്, ഫുള്ള് നല്ല ഫ്ലഷാണ്. അപ്പൊ ഇതാണ് സിന്ദൂരം മാങ്ങ. മാങ്ങ പഴുത്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ്. എല്ലാം പഴുത്തിട്ടില്ലെങ്കിലും പച്ചയ്ക്ക് തന്നെ നല്ല കളറും കാര്യങ്ങളൊക്കെയാണ്. കണ്ടില്ലേ, നല്ല കളറാണ്. പഴുത്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടിയും മഞ്ഞയും കയറി വരും, റെഡ് കളറും കൂടി കയറി വന്നിട്ട് നല്ല സുന്ദരി മാങ്ങ എന്ന് പറയും. ഇതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ കേട്ടോ. നമ്മൾ ഇടയ്ക്ക് ഇങ്ങനെ ഓരോ വീഡിയോസ് ഒക്കെ ഇടും. കൂടുതലും നമ്മൾ കൃഷി സംബന്ധമായ വീഡിയോസാണ് ഇടാറ്. അപ്പോൾ നമ്മുടെ വീഡിയോയ്ക്ക് ഇഷ്ടമായെങ്കിൽ എല്ലാവരും നമ്മുടെ ചാനലൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. എല്ലാവരോടും താങ്ക് യു, ബൈ.